വായിലിരിക്കുന്ന നാക്ക് ശരിയായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കേലും സംശയമുണ്ടെങ്കിൽ ദാ നമ്മുടെ PC ജോർജിന് ഒന്ന് ശിക്ഷപ്പെട്ടാൽ മതിയാവും. പണി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങിക്കുന്ന PC നാക്കിനെ കുറിച്ച് അറിയാത്തവരാരും ഈ കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് സാരം. ഈ ഇടയ്ക്ക് പുള്ളിക്ക് വീണ്ടും ഒന്ന് നാക്ക് പിഴച്ചിരുന്നു. അല്ല, പുള്ളി പറയുമ്പോൾ നാക്ക് പിഴച്ചതല്ല, നേരെ വർക്ക് ചെയ്തതാണ്. ചെറുതായിട്ട് ഉള്ളിൽ കിടന്ന മതവിദ്വേഷം അങ്ങ് പുറത്തേക്ക് നിറഞ്ഞു തുളുമ്പി. പിന്നെ കേസായി, പോലീസായി, കോടതിയായി, സംഭവം ആകെ അങ്ങ് കൊഴുത്തു. ഇപ്പോഴത്തെ കോടതി പുള്ളിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിൽ വരെ എത്തിയ കാര്യങ്ങൾ. ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റാണ് PC ജോർജിനെ റിമാൻഡ് ചെയ്തത്. 6 മണിവരെ പോലീസിന് ജോർജിനെ കസ്റ്റഡിയിൽ വെക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു. പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി വഴങ്ങിയില്ല. നിലവിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യങ്ങൾക്ക് വിധേയനാവുകയാണ് PC. ഇതിനുശേഷമുള്ള വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 6 നടന്ന ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് PC ജോർജിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ പരാതിയിലാണ് മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസ് എടുത്തത്. രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവനും വർഗീയവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗത ഉണ്ടാക്കിയതാണ് തന്നെ തോൽപ്പിച്ചെന്നും ആരോപിച്ചിരുന്നു. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞാണ് ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയത്. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടുകൂടിയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ PC ജോർജ് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സിനിമാ സ്റ്റൈൽ ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത്. ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് PC ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. PC ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും വിധി പറയുന്നതിനിടെ കോടതി പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ PC ഇതൊന്നും പുത്തരിയല്ല. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ PC ജോർജിനെ മുൻപും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ വീട്ടിൽ പോകുന്നത് പോലെയാണ് പുള്ളിക്കാരന് ജയിലും കോടതിയും ഒക്കെ. ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുകിലുണ്ടാക്കുക, അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു പരാമർശം നടത്തുക, പിന്നെ അതിന്റെ പുറകിൽ കുറച്ചു കാലം നടക്കുക. ഇതാണ് പറയുന്നത് നാക്ക് വായിൽ കിടക്കണം. ചുമ്മാ അവിടെയും ഇവിടെയും കിടന്ന് മെഴുകിയാൽ വയസ്സാം കാലത്ത് ഗോതമ്പുണ്ട തിന്ന് വെള്ളം കുടിക്കേണ്ടി വരും.